കണ്ണൂർ ദസറ സ്മരണിക പ്രകാശനവും ചിന്നു ഹ്രസ്വ സിനിമ അണിയറ പ്രവർത്തകർക്കുള്ള അനുമോദനവും നടന്നു. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. മൈസൂർ ദസറ കഴിഞ്ഞാൽ കണ്ണൂർ ദസറ എന്ന ഘട്ടത്തിലേക്ക് കണ്ണൂരിലെ നവരാത്രി പരിപാടിയെ മാറ്റാൻ കഴിഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കോർപ്പറേഷനിലെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിറയട്ടെ നിറങ്ങൾ മറയട്ടെ മാലിന്യങ്ങൾ എന്ന ആശയമുയർത്തി ചിന്നു ഷോർട്ട് ഫിലിം ചെയ്തത്. ഏറെ വേദനിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഹ്രസ്വ സിനിമ. ചെറിയ സമയം കൊണ്ട് 1.5 ലക്ഷത്തിലേറെ പേർ കണ്ട സിനിമ കണ്ണൂർ കോർപ്പറേഷന് ലഭിക്കുന്ന അംഗീകാരമാണെന്ന് മേയർ പറഞ്ഞു. അത് ആഘോഷങ്ങൾക്കപ്പുറം മനുഷ്യ മനസ്സിനെ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ജാതിയോ മതമോ മറ്റു ചിന്തകളോ ഇല്ലാതെ എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏതൊരു ആഘോഷത്തിൻ്റെയും അടിസ്ഥാനമായ അർത്ഥം. ആ അർത്ഥം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ വളരെ ഭംഗിയായി ഈ കഴിഞ്ഞ 3 തവണയും ഓരോ തവണ കഴിയുന്നതോറും കഴിഞ്ഞതിനേക്കാൾ മെച്ചം എന്ന് പറയാവുന്നതല്ലാതെ പോരാന്ന് പറയാൻ അവസരം കൊടുക്കാതെ ഇതിനേക്കാൾ മെച്ചം ഓരോ തവണയും കൂടി വന്നതും എന്നല്ലാതെ അങ്ങനെ അത്രമാത്രം ഭംഗിയായി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഐക്യത്തോടെ കൂടിച്ചേർന്നത് കൊണ്ട് സന്തോഷത്തിന്റെ നമ്മുടെ കണ്ണൂർ നഗരത്തിന് സന്തോഷത്തിന്റെ രാവുകളായിരുന്നു 9 ദിവസം. ചിന്നു സിനിമയിലെ സംവിധായകൻ രാകേഷ് രാജ്, നായക നടൻ സിജിൻ, ചിന്നുവായി അഭിനയിച്ച ആഗ്നേയ, ഏഥൻ, അണിയറ പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ രാഗേഷ്, പി ഷമീമ ടീച്ചർ, എം പി രാജേഷ്, വി കെ ശ്രീലത, സയ്യിദ് സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, വളണ്ടിയർ കമ്മിറ്റി ചെയർമാൻ ടി രവീന്ദ്രൻ, ട്രാൻസ്പോർട്ട് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു.